നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. മൂന്നാർ ദൗത്യത്തിനെതിരെ ചിന്നക്കനാലിൽ നടക്കുന്ന റിലേ നിരാഹാര സമരം 40 ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളാതെ സർക്കാർ. ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 12 മുതൽ റിലേ സമരം ആരംഭിച്ചത് കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ കർഷകരെ കുടിയിറക്കുന്നതിനെതിരെ. സർക്കാർ നിലപാടിനെതിരെ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് നാട്ടുകാർ. കാഞ്ചാർ ലബക്കടയിൽ വ്യാപക മോഷണം നടന്നിരിക്കുന്നത് 9ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ. പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യം. കട്ടപ്പന ITI യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിൽ ഇരു കൂട്ടർക്കും പരിക്കേറ്റു. തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും KSU വിജയിച്ചു. മസ്റ്ററിംഗ് നടത്തിയപ്പോൾ പഞ്ചായത്ത് അധികൃതർക്ക് സംഭവിച്ച പിഴവ് മൂലം വിധവയ്ക്ക് 6 മാസത്തെ പെൻഷൻ നഷ്ടമായി. പെൻഷൻ തുകയായ 9,600 രൂപ നഷ്ടമായത് ഉപ്പുതറ പശുപ്പാറ എസ്റ്റേറ്റ് ലയത്തിൽ മംഗലപ്പള്ളിയിൽ സിസിലി ജോസഫിന്. പെൻഷൻ മുടങ്ങിയതോടെ പട്ടിണിയിലായ സിസിലി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വല്ലപ്പോഴും കൊളുന്തു നുള്ളിക്കിട്ടുന്ന താൽക്കാലിക വരുമാനം കൊണ്ട്. വിശദമായ വാർത്തകൾ. മൂന്നാർ ദൗത്യത്തിനെതിരെ ചിന്നക്കനാലിൽ നടക്കുന്ന റിലേ നിരാഹാര സമരം 40 ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളാതെ സർക്കാർ. കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ കർഷകരെ കുടിയിറക്കുന്നതിനെതിരെയാണ് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 12-ന് റിലേ സമരം ആരംഭിച്ചത്. സർക്കാർ നിലപാടിനെതിരെ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് നാട്ടുകാർ പറയുന്നു. മൂന്നാർ ദൗത്യസംഘം തുടർച്ചയായി കർഷകരെ കുടിയൊഴിപ്പിച്ചതോടുകൂടിയാണ് നവംബർ 12-ന് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ സിംഗകണ്ടത്ത് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. കുടിയിറക്ക നീക്കം അവസാനിപ്പിക്കുക, കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാനുള്ള ഉദ്യോഗസ്ഥ നീക്കം അവസാനിപ്പിക്കുക, സിംഗകണ്ടത്തെ ആരാധനാലയങ്ങൾ ഏറ്റെടുക്കുവാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കം അവസാനിപ്പിക്കുക, ഡിജിറ്റൽ സർവേയിൽ പട്ടയമില്ലാത്ത ഭൂമി കർഷകരുടെ പേരിൽ രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടരുന്നത്. ഇനി ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇതിന് തീരുമാനം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഹിയറിങ്ങിന് വേണ്ടിയിട്ട് കളക്ടറേറ്റ് വിളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു രേഖ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ രേഖ ഞങ്ങൾക്ക് തരാതെ ഞങ്ങളുടെ കയ്യിൽ രേഖയില്ല. റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, തിരിച്ചൽ കാർഡുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ള രേഖയുള്ളൂ. പട്ടയം നിങ്ങൾ തന്നെങ്കിലല്ലേ ഞങ്ങൾക്കുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ പഞ്ചായത്ത് വെറുതെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ്, അതെപ്പോൾ വേണേലും തിരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പണി സാറേ, ഞങ്ങളെ എല്ലാവരും അങ്ങോട്ട് നിങ്ങളങ്ങ് കൊന്നുകളാ, അല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞപ്പം എന്നാൽ നിങ്ങൾ അത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അത് തന്നെ ചെയ്യും, ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് വേറെ ഒരു തീരുമാനവും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് പോന്നേക്കുന്നത്. ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഈ കുഞ്ഞു കൊച്ചുങ്ങളെ കൊണ്ട് ഈ ആനക്കാട്ടിൽ കിടന്നു. എനിക്കിപ്പോൾ 50 വയസ്സുണ്ട്. എനിക്ക് 2 വയസ്സുള്ളപ്പം എൻ്റെ അച്ഛനൊക്കെ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് താമസിക്കുന്നത്. എൻ്റെ അച്ഛനൊക്കെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്താണ് ആ തെങ്ങ് നിൽക്കുന്നത്. എൻ്റെ തറവാട്ടിൽ 72 അവരിവിടെ വന്ന് സ്ഥലം മേടിച്ചു. അന്ന് മുതൽ ഞങ്ങളിവിടെ താമസിക്കുന്ന. ഇപ്പം ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പം പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും? ഇതിനൊരു തീരുമാനം സർക്കാർ ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ ഇതൊക്കെ പോയിട്ട് ഇലക്ഷൻ വരും, ഇവരിവിടെ വരുമല്ലോ. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ സമരം തുടരുവാനാണ് സമരസമിതിയുടെ തീരുമാനം. കാഞ്ചാർ ലബക്കടയിൽ വ്യാപക മോഷണം. 9ഓളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. കൂടാതെ മോഷ്ടാവ് വില്ലേജ് ഓഫീസ് കുത്തിത്തുറക്കാനും ശ്രമിച്ചു. പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ലബക്കടയിലെ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ 9 സ്ഥാപനങ്ങൾ കുത്തിത്തുറന്നാണ് മോഷണവും മോഷണശ്രമവും നടന്നത്. മോഷണത്തെ തുടർന്ന് ലബക്കടയിൽ പ്രവർത്തിക്കുന്ന മിനി സൂപ്പർ മാർക്കറ്റിൽ നിന്നും 2000 രൂപയും സഹകരണ ആശുപത്രിയുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 4000 രൂപയും ഈ സേവന കേന്ദ്രത്തിൽ നിന്നും 1500 രൂപയും മോഷണം പോയി. അക്ഷയ കേന്ദ്രത്തിൽ നിന്നും 10,000 രൂപയോളം മോഷണം പോയിട്ടുണ്ട്. തുണിക്കട, സമീപത്തെ ഓയിൽ മിൽ എന്നിവിടങ്ങളിൽ മോഷണം നടന്നുവെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ല. കാഞ്ചാർ വില്ലേജ് ഓഫീസിലും ടൗണിലെ വർക്ക്ഷോപ്പ്, ലോട്ടറിക്കട, കള്ളുഷാപ്പ് എന്നീ സ്ഥാപനങ്ങളും മോഷ്ടാവ് കുത്തിത്തുറക്കാൻ ശ്രമിച്ചു. അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച രേഖകളെല്ലാം സമീപത്ത് കൊണ്ടുപോയി നിരത്തിയിട്ട് മോഷ്ടാവ് പരിശോധിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങൾ കുത്തിത്തുറക്കാൻ ശ്രമിച്ച ഉപകരണം സമീപത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. കട തുറന്നപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നതെന്ന് ലബക്കടയിലെ അക്ഷയ കേന്ദ്രം നടത്തിപ്പുകാരിയായ റിജിമോൾ ജേക്കബ് പറഞ്ഞു. അകത്തിരിക്കുന്നതിൽ ഡ്രോയർ തുറന്നെല്ലാം പൂട്ടെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു നോക്കാൻ പറ്റിയാൽ അവർ ഇപ്പം പോലീസുകാർ പറഞ്ഞത് അത് അവർ വന്നിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര പോയെന്നറിയാൻ പറ്റിയല്ല, പൈസ എങ്ങനെ പോയേക്കുന്നതെന്നൊന്നും നോക്കാൻ പറ്റിയല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റും എല്ലാം ബാഗിൽ കൊണ്ടിട്ടിട്ടുണ്ട്.
പിന്നെ അത് അല്ലാതെ ഇതിൻ്റെ അകത്ത് എല്ലാ ഡ്രോയും തുറന്നിട്ടേക്കും. മോഷണശ്രമത്തിൽ ധാരാളം കടകൾക്ക് നാശനഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുള്ളതായി വ്യാപാരിയായ നൂപ്പിൾ പറഞ്ഞു. രാവിലെ വന്നപ്പോഴാണ് അറിഞ്ഞത് പൂട്ട് തുറന്നായിട്ട് പറഞ്ഞു. 32,000 പൈസ അനുഭവം പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് കാഞ്ചിയാർ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ബാബുസ്കറിയ ആവശ്യപ്പെട്ടു. ധാരാളം കടകളിൽ അതിനോടനുബന്ധിച്ച് നാശനഷ്ടങ്ങളും അതുപോലൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ജനസേവ അക്ഷയ കേന്ദ്രത്തിന് ഏകദേശം 10,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടായെന്നാണ് അറിവ്. അതുപോലെ തന്നെ പല വ്യാപാര സ്ഥാപനങ്ങളിലും പല വ്യാപാര സ്ഥാപനങ്ങളിലും ഇപ്പോൾ നിരവധിയായ പണവും അതുപോലൊപ്പം തന്നെ സാമ്പത്തികമായ പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പോലീസ് വരികയും യഥാസമയങ്ങളിൽ കേസും മറ്റുള്ള കാര്യങ്ങൾ എടുക്കുകയും ഉടൻ തന്നെ പോലീസ് ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റും വരികയും അന്വേഷണം ഊർജിതമാക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ പോലീസിന്റെ ഒരു അന്വേഷണം നൈറ്റ് പെട്രോളിംഗ് ആവശ്യമാണെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ പേരിൽ എനിക്ക് പറയുവാനുള്ളത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും മുഖം മൂടി വെച്ച് കയ്യൂറ ധരിച്ച കള്ളൻ മോഷണം നടത്തുന്ന വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളാണ് ലഭിച്ചത്. അതിനാൽ അന്വേഷണം പോലീസിന് ദുഷ്കരമാകും. കട്ടപ്പന ITI യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിൽ ഇരു കൂട്ടർക്കും പരിക്കേറ്റു. തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും KSU വിജയിച്ചു. ITIയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ KSU പാനൽ വിജയിച്ചിരുന്നു. വിജയിച്ചവരെ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നതിനിടയിൽ കല്ലും മറ്റു മാരകായുധങ്ങളുമായി CPM DYFI പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് KSU പ്രവർത്തകരുടെ ആരോപണം. ഇനി എന്നാന്ന് പറയണം, അവിടെ പുറകിൽ ആൾക്കാർ വന്ന് അടിച്ചു അത്ര ജയവിളിച്ചപ്പോൾ അമ്മാരെന്നെ പറഞ്ഞു സമാധാനമായിട്ട് പറഞ്ഞു നിർത്താമെന്ന്. കേരളത്തിൽ CPM നടത്തുന്ന ആക്രമണത്തിന്റെ ഭാഗമായാണ് ITIയിലും സംഘർഷം അഴിച്ചുവിട്ടത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിറളി പൂണ്ട SFI പ്രവർത്തകർ നടത്തിയ ആക്രമണം അപലപനീയമാണെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. പരാജയത്തെ സമ്മതിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാകണം. അക്രമത്തിന് ഒത്താശ ചെയ്തു കൊടുത്ത സ്ഥലത്തെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം ചിന്തിക്കണം. ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് SFI തോച്ചു മാറ്റപ്പെടുമെന്ന കാര്യം മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചറിയണം. അക്രമ സംഭവത്തിൽ അതിശക്തമായി അപലപിക്കുന്നു. ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ധീരജിന്റെ കൊലപാതകികളെ കൂട്ടുപിടിച്ച് അക്രമം അഴിച്ചുവിടുകയാണ് ഉണ്ടായതെന്ന് CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR ശശി ആരോപിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ITയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി KSUവിന്റെ ക്രിമിനൽ സംഘം നിരന്തരമായി ആക്രമണം നടത്തുകയാണ്. അതിനവർ ധീരജന്റെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത വെള്ളയാങ്കുടിക്ക് അപ്പുറയുള്ള പരിസരവാസികളായ ആ കൊലപാതക കേസിൽ പ്രതികളെയും അതുപോലെ തന്നെ തോപ്രാങ്കുടിയിലും പരിസര പ്രദേശത്തുമുള്ള കോൺഗ്രസ് ഗുണ്ടകളെയും പ്രത്യേകമായി ഇറക്കിയാണ് ഈ SFIക്ക് നേരെയുള്ള കിരാതമായ ആക്രമണം നടത്തിയത്. SFIക്കാരായ പെൺകുട്ടികളെ അവിടെ ഗവൺമെൻറ് ITയുടെ പരിസരത്ത് വെച്ച് ആക്രമിക്കുകയും അതുപോലെ തന്നെ അതിനെ തുടർന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ സഖാവ് ഡിജോബി ദേവിക്കെതിരെ സിജു ചക്കമ്പൂടൻ്റെയും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമ്പൂടൻ്റെയും ഷമോജ് K ജോർജിൻ്റെയും നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘം തുടർച്ചയായ ആക്രമണം നടത്തുകയാണ് സാഹചര്യമാണ് കട്ടപ്പനയിലുള്ളത്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തെ മുഴുവൻ ITIകളിലും ആക്രമണം അഴിച്ചുവിടുകയാണ്. കുട്ടികൾക്ക് ITIയിൽ പഠിക്കാൻ പോലും സാധ്യമല്ല. KSUവിന്റെ ഗുണ്ടാ വിളയാട്ടമാണ് ഇവിടെ നടക്കുന്നതെന്ന് SFI ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ് പറഞ്ഞു. ഈ IT തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നപ്പോൾ തൊട്ട് ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ KSU മനഃപൂർവ്വമായിട്ടുള്ള സംഘർഷം നമ്മുടെ ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകൾക്കകത്ത് നടത്താൻ വലിയ ശ്രമം നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ കട്ടപ്പന ITക്കകത്ത് നടന്നിട്ടുള്ളതും മറ്റൊന്നുമല്ല, ഇതേ നിലയ്ക്ക് തന്നെ മനഃപൂർവ്വം ക്യാമ്പസിനകത്ത് സംഘർഷം സൃഷ്ടിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഒരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊണ്ടിരിക്കുന്ന SFI ജില്ലാ വൈസ് പ്രസിഡന്റ് ഗൗതത്തിനെ അതിക്രൂരമായിട്ട് നെഞ്ചക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ അതായത് കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികൾ ഉണ്ടോ എന്ന് തന്നെ വലിയ സംശയമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിൻ്റെ കട്ടപ്പനയുടെ ഭാരവാഹികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ജനപ്രതിനിധികൾ അടക്കം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് മാരകായുധം ഉപയോഗിച്ച് തന്നെയാണ് പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. അതായത് SFI ജില്ലാ വൈസ് പ്രസിഡന്റ് തലയിൽ 5-6 സ്റ്റിച്ച് നിലവിലുണ്ട്. ITIയിൽ മുഴുവൻ സീറ്റിലും KSUവാണ് വിജയിച്ചത്. ഇതോടനുബന്ധിച്ച് നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. KSU പ്രവർത്തകരായ 6 പേർക്കും SFI പ്രവർത്തകരായ 3 പേർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ CPM കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ കട്ടപ്പനയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ വലിയ സംഘർഷം ഒഴിവാക്കി. മസ്റ്ററിംഗ് നടത്തിയപ്പോൾ പഞ്ചായത്ത് അധികൃതർക്ക് സംഭവിച്ച പിഴവ് മൂലം വിധവയ്ക്ക് 6 മാസത്തെ പെൻഷൻ നഷ്ടമായി. ഉപ്പുതറ പശുപ്പാറ എസ്റ്റേറ്റ് ലയത്തിൽ മംഗലപ്പള്ളിയിൽ സിസിലി ജോസഫിനാണ് 9,600 രൂപ നഷ്ടമായത്.
പെൻഷൻ മുടങ്ങിയതോടെ പട്ടിണിയിലായ സിസിലി വല്ലപ്പോഴും കൊളുന്തുനുള്ളി കിട്ടുന്ന താൽക്കാലിക വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പശുപ്പാറ എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന മംഗലപ്പള്ളി സിസിലി ജോസഫിനാണ് പഞ്ചായത്ത് അധികൃതർക്ക് സംഭവിച്ച പിഴവ് മൂലം പെൻഷൻ നഷ്ടമായിരിക്കുന്നത്. ഭർത്താവ് ജോസഫ് മരിച്ചതോടെ സിസിലി പെൻഷൻ കിട്ടാൻ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ നൽകി. ID കാർഡ് അടക്കം എല്ലാ രേഖകളും നൽകിയിരുന്നു. എന്നാൽ അധികൃതരുടെ പിഴവിൽ ഇവരുടെ സമീപവാസിയായ ലക്ഷ്മി കറുപ്പയ്യയുടെ പേരിലാണ് പെൻഷൻ അനുവദിച്ചത്. ഇത് സിസിലി പഞ്ചായത്തിൽ ചെന്ന് അറിയിച്ചെങ്കിലും വീണ്ടും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ പിഴവിൽ പെൻഷൻ നഷ്ടമായിരിക്കുകയാണെന്ന് സിസിലി പറയുന്നു. എനിക്ക് 12-13 വർഷം കൊണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്താ കിട്ടാത്ത എന്നാന്ന് വെച്ചാൽ എൻ്റെ പേര് മാറിക്കിടക്കുന്നു. ചേച്ചി മാറി കൊടുത്തതാണോ? അല്ല, അവര് മാറിയതാ, പഞ്ചായത്തിൽ തന്നെ മാറിയതാ. ലക്ഷ്മി കറുപ്പയ്യ എന്നും പറഞ്ഞു, അതും സിസിലിയുടെ ആയിട്ട് മാറിക്കിടക്കുക. എൻ്റെത് അവർക്കും അവരുടേത് എനിക്കുമായിട്ടാണ് കിടക്കുന്നത്. അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അവർക്കില്ല. അവർ തമിഴ്നാടുകാരാണ്, അവർ പോയി, അവർക്കില്ല. പിന്നെ അക്കൗണ്ട് നമ്പർ കൊടുത്താണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ എനിക്ക് കിട്ടുന്നുമില്ല. ഇപ്പോഴും എനിക്ക് ആ പേര് തന്നെയാണ് സാറേ കിടക്കുന്നത്. ഇപ്പം പഞ്ചായത്തുകാർ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം പറഞ്ഞ് എൻ്റെ പേര് മാറ്റിയിട്ടിട്ടുണ്ട്, സിസിലി എന്നും പറഞ്ഞാൽ കിടക്കുന്നത്. ഇനിയേ എനിക്ക് കിട്ടുകയുള്ളൂ, പഴയതൊന്നും കിട്ടുകയില്ലെന്ന് പറഞ്ഞു. പലതവണ പഞ്ചായത്തിൽ കയറിയിറങ്ങിയെങ്കിലും നഷ്ടമായ പെൻഷന്റെ കാര്യത്തിൽ അധികൃതർ കൈമലർത്തുകയാണ്. ഇതോടെ സിസിലി ജോസഫിനുണ്ടായിരിക്കുന്നത് 9,600 രൂപയുടെ നഷ്ടമാണ്. വല്ലപ്പോഴും കൊളുന്തുനുള്ളി എസ്റ്റേറ്റിൽ നിന്നും കിട്ടുന്ന താൽക്കാലിക വരുമാനം കൊണ്ടാണ് ഇവർ ഉപജീവനം നടത്തുന്നത്. തന്റേതല്ലാത്ത കാരണത്താൽ നഷ്ടമായ 6 മാസത്തെ പെൻഷൻ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ, പഞ്ചായത്ത് കമ്മിറ്റി എന്നിവർക്ക് സിസിലി പരാതി നൽകിയിട്ടുണ്ട്. KPCC വർക്കിംഗ് പ്രസിഡന്റും MLAയുമായിരുന്ന PT തോമസിന്റെ രണ്ടാമത് അനുസ്മരണം ഉപ്പുതോട്ടിൽ നടന്നു. PTയുടെ ചിതാഭസ്മം അടക്കം ചെയ്ത ഉപ്പുതോട് സെന്റ് ജോർജ് പള്ളിയിൽ കുർബാനയും കല്ലറയിൽ പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ജനമനസ്സുകളിൽ ജീവിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് PT തോമസ് വിട പറഞ്ഞിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്. രാവിലെ ഉപ്പുതോട് സെന്റ് ജോർജ് പള്ളിയിൽ കുർബാനയും PTയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത കുടുംബക്കല്ലറയിൽ പ്രത്യേക പ്രാർത്ഥനയും നടന്നു. PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് MLA, KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, DCC പ്രസിഡന്റ് CP മാത്യു, AP ഉസ്മാൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും PTയുടെ ബന്ധുക്കളും കുർബാനയിലും കല്ലറയിൽ നടന്ന പ്രാർത്ഥനയിലും പങ്കെടുത്തു. നേതാക്കളുടെയും ഇടുക്കി DCCയുടെയും നേതൃത്വത്തിൽ DCC ഓഫീസിലും അനുസ്മരണ സമ്മേളനം നടന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിന്റെയും സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനങ്ങളും അന്നദാനം, വസ്ത്രവിതരണം ഉൾപ്പെടെയുള്ള പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ PT തോമസിന്റെ രണ്ടാം അനുസ്മരണം സംഘടിപ്പിച്ചു. കട്ടപ്പനയിൽ നടന്ന അനുസ്മരണ യോഗം KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകർ PT തോമസിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് KPCC വർക്കിംഗ് പ്രസിഡന്റും MLAയുമായിരുന്ന PT തോമസിന്റെ രണ്ടാമത് അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചത്. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ PT തോമസിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന യോഗം KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ശവഘോഷയാത്ര നടത്തുന്നത് കാണേണ്ടി വന്നിട്ടും താൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിൽ വെള്ളം ചേർക്കാത്ത നിലപാടുകളുടെ രാജകുമാരനായിരുന്നു PT തോമസ് എന്ന് തോമസ് രാജൻ പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതിപ്പോൾ പറയണം എന്നാണ്. ഇപ്പോൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ PT തോമസ് ചോദിക്കുന്നത് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ, പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് പറയാൻ കഴിയാതെ നിങ്ങൾ ജീവിതാന്ത്യത്തിലേക്ക് കടന്നു പോകും എന്ന് പലപ്പോഴും പറയുന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശീലവും സ്വഭാവവും തന്നെയാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം പറയേണ്ട സമയത്ത് ആരുടെ മുഖത്ത് നോക്കിയും ആരുടെ മുഖത്ത് പറയാം. അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, അസാമാന്യമായ കഴിവാണ്, ഒരു കഴിവ്, അസാമാന്യമായ കഴിവ്. ആ കഴിവാണ് PT തോമസിനെ കേരള സമൂഹം നിലപാടുകളുടെ രാജകുമാരൻ. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. മനോജ് മുരളി, ജോയി പൊരുന്നോലി, ഷൈനി സണ്ണി ചെറിയാൻ, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു, KA മാത്യു, AM സന്തോഷ്, രാജൻ കാലാച്ചിറ, ഷമീസ് K ജോർജ്, KS സജീവ്, ബീന ടോമി, ഐബിമോൾ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദനവുമായി 2 യുവാക്കൾ അടിമാലിയിൽ പിടിയിലായി. മലപ്പുറം സ്വദേശികളായ റിയാസ് P മുഹമ്മദ്, മുബഷീർ എന്നിവരെയാണ് അടിമാലി ട്രാഫിക് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 56 വലിയ ചന്ദന കഷ്ണങ്ങളും വെട്ടുപൂളുകളും കണ്ടെടുത്തു. 4 ചാക്കുകളിലായി 100 കിലോയോളം തൂക്കം വരുന്ന ചന്ദനം വാഹനത്തിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച ചന്ദനവുമായി 2 യുവാക്കൾ പിടിയിലായത്. മലപ്പുറം സ്വദേശികളായ റിയാസ് P മുഹമ്മദ്, മുബഷീർ എന്നിവരെയാണ് അടിമാലി ട്രാഫിക് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 56 വലിയ ചന്ദന കഷ്ണങ്ങളും വെട്ടുപൂളുകളും കണ്ടെടുത്തു.
4 ചാക്കുകളിലായി 100 കിലോയോളം തൂക്കം വരുന്ന ചന്ദനം വാഹനത്തിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. അടിമാലി ട്രാഫിക് പോലീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂമ്പൻപാറയ്ക്ക് സമീപം വാഹന പരിശോധന നടത്തവേ എത്തിയ വാഹനം നിർത്താതെ പോയി. തുടർന്ന് അടിമാലി പോലീസ് സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് വാഹനം പിടികൂടുവാൻ ശ്രമിച്ചു. ഇവിടെയും യുവാക്കൾ വാഹനം നിർത്താൻ തയ്യാറായില്ല. തുടർന്ന് ഇവർ അടിമാലിയിൽ ബാർ ഹോട്ടലിൽ വാഹനം പാർക്ക് ചെയ്ത ബാറിൽ പ്രവേശിച്ചു. പിന്തുടർന്നെത്തിയ ട്രാഫിക് പോലീസ് പ്രതികളെയും വാഹനവും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അടിമാലി ട്രാഫിക് SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനവും നടത്തി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ട നടപടിയിൽ പുനരന്വേഷണം നടത്തി പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ കൊലപാതക കേസിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ മാത്രമേ കുടുംബത്തിന് നീതി ലഭ്യമാകുകയുള്ളൂവെന്ന് മുസ്ലിം ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലിയിൽ നിന്നും നടന്ന പ്രതിഷേധ റാലിയോടെയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് നടന്ന പ്രതിഷേധ സംഗമത്തിൽ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം യോഗം ഉദ്ഘാടനം ചെയ്തു. 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്തുവാൻ സഹായിച്ച സർക്കാരിനെ ജനങ്ങളാൽ വിചാരണ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പ്രതികൾ നിഷ്പ്രയാസം കോടതി വിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പോലീസ് ഹാജരാക്കിയ തെളിവുകൾ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. എന്ത് മൃഗീയമായ രാക്ഷസീയമായ പ്രവർത്തനങ്ങൾ ചെയ്താലും ഭരണകക്ഷിയാണെങ്കിൽ അവന് സുഖസുന്ദരമായി നിയമവ്യവസ്ഥയിൽ നിന്ന് ഊരിപ്പോരാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കണം. എത്രമാത്രം അപകടകരമായ അവസ്ഥയാണെങ്കിൽ, എത്രമാത്രം ശോചനീയമായ അവസ്ഥയാണെങ്കിൽ ഉൾപ്പെട്ടതെന്ന് പറയുന്ന കേരളീയ സമൂഹത്തിന് എത്രമാത്രം അപമാനകരമായത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം TH അബ്ദുൾ സമദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം, വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട്ട്യൂത്ത്, ലീഗ് ജില്ലാ പ്രസിഡന്റ് PH സുധീർ, വനിതാ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബീമ തോമസ് തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. കട്ടപ്പന വെള്ളയാങ്കുടി ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്തിന്റെ കീഴിൽ ഓരോ മാസവും നടത്തിവരാറുള്ള പ്രാർത്ഥനാ സംഗമ സദസ്സിന്റെ വാർഷികം ഡിസംബർ 23, 24, 25 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസത്തെ മതപ്രഭാഷണ സദസ്സും 1 ദിവസത്തെ പ്രാർത്ഥനാ സംഗമ സദസ്സുമാണ് നടക്കുന്നത്. 23-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ജമാഅത്ത് പ്രസിഡന്റ് KP ഹസൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം ഉടുമ്പൻചോല താലൂക്ക് ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് ഹാജി VM സാലിഹ് ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ദാറുസലാം ജമാഅത്ത് ഇമാം യൂസഫ് കൗസരി പ്രാർത്ഥന നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത്തവണത്തെ വാർഷിക പരിപാടിയോട് അനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് 23-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ഉദ്ഘാടന സമ്മേളനം സംഘടിപ്പിക്കപ്പെടും. ജമാഅത്ത് പ്രസിഡന്റ് KP ഹസൻ സാഹിബിൻ്റെ അധ്യക്ഷതയിൽ നടത്തപ്പെടുന്ന യോഗം ഉടുമ്പൻചോല താലൂക്ക് ജമാഅത്ത് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് VM സാലിഹാജി അവറുകൾ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ദാറുസലാം ജമാഅത്തിൻ്റെ ഇമാം യൂസഫ് കൗസരി ദുആ ചെയ്യും. വെള്ളയാങ്കുടി ജമാഅത്തിൻ്റെ അസിസ്റ്റന്റ് ഇമാം ഖുർആൻ പാരായണം നടത്തും. ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ അബ്ദുൽ അസീസ് നാലകത്ത് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കും. വെള്ളയാങ്കുടി ജമാഅത്ത് അസിസ്റ്റന്റ് ഇമാം അൻവർ ഹുസൈൻ മൗലവി, അബ്ദുൾ അസീസ് നാലകത്ത്, വെള്ളയാങ്കുടി ജമാഅത്തിന്റെ ചീഫ് ഇമാം മുഹമ്മദ് റഫീഖ് അൽ കൗസരി തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും. ഈ വർഷം സ്കൂളുകളിൽ നടന്ന അറബിക് കലോത്സവത്തിൽ പങ്കെടുത്ത സമ്മാനാർഹരായ മദ്രസ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനവും നൽകും. 2-ാം ദിവസമായ ഞായറാഴ്ചയാണ് പ്രാർത്ഥനാ സംഗമ സദസ്സ് നടക്കുക. നബി പരമ്പരയിലെ കണ്ണിയായ സയ്യിദ് ഷെഫീഖ് തങ്ങൾ അൽ ഹൈദ്രോസി ദിക്ര മജ്ലിസിനും ദുആയ്ക്കും നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പള്ളിയിലെ ഈ കൊന്ത ചൊല്ലുമല്ലോ, മലയ്ക്ക് പോകുന്നവരെ വൃദ്ധാശ്രമങ്ങളെ ഉരുട്ടിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഈ ജപമാല പോലെ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ പേര് വിളിച്ചുകൊണ്ട് മാതാവിനെ വിളിക്കുന്നത് പോലെയും യേശുക്രിസ്തുവിനെ വിളിക്കുന്നവരെ ഉരുട്ടിക്കൊണ്ട്
ഞങ്ങളുടെ നബിയെയും അനുയായികളെയും ഒക്കെ ദൈവത്തെയൊക്കെ വിളിക്കുന്ന അതിൻ്റെ ഒരു സദസ്സ് എല്ലാ മാസവും ഉണ്ട് ഞങ്ങളുടെ പള്ളിയിൽ. അതിൻ്റെ ഒരു വാർഷികമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇപ്പോൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഈ ദിവസങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ സഹോദര സമുദായങ്ങളായ ആളുകളുടെ എല്ലാ ആഘോഷം നടക്കുന്ന ഈ വേളയിൽ അവരെയും ഈ ബാക്കി എല്ലാ വിഭാഗം ജനങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചു. 25-ാം തീയതി തിങ്കളാഴ്ച കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പ്രഭാഷകനും മതപണ്ഡിതനും തിരുവനന്തപുരം മണക്കാട് വലിയപള്ളി ചീഫ് ഇമാമുമായ അൽ ഹാഫിൾ EP അബൂബക്കർ അൽ ഖാസിമി പ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ മൗലവി മുഹമ്മദ് റഫീഖ് അൽ കൗസരി, KP ഹസൻ, MM റസാഖ്, സബീർ PK, ഷമീർ ഖാൻ ഓലിക്കൽപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ രണ്ടാമത് ഹൈറേഞ്ച് മേഖലാ കൺവെൻഷൻ കട്ടപ്പനയിൽ ആരംഭിച്ചു. സോണൽ ഡയറക്ടർ ഷിബു കെ മാത്യു ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന CSI ഗാർഡൻ ഓഡിറ്റോറിയത്തിലാണ് രണ്ടാമത് ഹൈറേഞ്ച് മേഖല കൺവെൻഷൻ നടക്കുന്നത്. ഡിസംബർ 21, 22, 23, 24 തീയതികളിലായി നടക്കുന്ന കൺവെൻഷനിൽ പ്രമുഖരായ പാസ്റ്റർമാർ പ്രസംഗിക്കും. സോണൽ ഡയറക്ടർ ഷിബു കെ മാത്യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അനേക വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ മാറോട് പറ്റിയിരുന്ന ഒരു സാധാരണക്കാരനായ ദൈവദാസൻ പറഞ്ഞൊരു വാചകം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദ വേ, ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാനാണ് എല്ലാവർക്കും വഴി, ഞാനാണ് എല്ലാവർക്കും സത്യം, ഞാനാണ് എല്ലാവർക്കും ജീവൻ പ്രദാനം ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ ഈ മേഖലാ കൺവെൻഷന്റെ 2-ാം ദിനം രാത്രിയിൽ നമ്മുടെ എല്ലാവരെക്കാളും വലിയവൻ അല്ല, നമ്മളെ എല്ലാവരെയും ഉള്ളതുപോലെ അറിയുന്ന ഒരുവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവന്റെ പേരാ യേശു ക്രിസ്തു. നമ്മുടെ വേദനകൾ അറിയുന്നവൻ, നമ്മുടെ ഭാരങ്ങൾ അറിയുന്നവൻ, നമ്മുടെ ഇല്ലായ്മകൾ അറിയുന്നവൻ, നമ്മുടെ പ്രതിസന്ധികൾ അറിയുന്നവൻ, നമ്മുടെ നാളെ അറിയുന്ന ഒരുവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവന്റെ പേരാ നമ്മുടെ രക്ഷകൻ. ചേർന്ന് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. വൈകിട്ട് 6 മുതൽ 9 വരെ നടക്കുന്ന ശുശ്രൂഷയിൽ ചെങ്ങന്നൂർ ഹോളി ഹാർപ്പ് സിംഗേഴ്സാണ് ഗാന ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്. പാസ്റ്റർ MY വർഗീസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ സോണൽ ഡയറക്ടർ പാസ്റ്റർ അനീഷ് ഏലപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് ഓവർസിയർ CC തോമസ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് Y റെജി, കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി സാംകുട്ടി മാത്യു, എബി ഐരൂർ, വർഗീസ് എബ്രഹാം, B മോനച്ചൻ, പാസ്റ്റർ VJ തോമസ്, പാസ്റ്റർ MY വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം എഴുകുംവയൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ കീഴിലുള്ള പുതുപ്പറമ്പിൽ പടിയിലെ BSNLന്റെ മെയിൻ മൊബൈൽ ടവറിൽ നിന്നുള്ള സിഗ്നൽ തകരാർ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കൂടാതെ വൈദ്യുതി നിലച്ചാൽ മൊബൈൽ ടവറിൽ നിന്നുള്ള സിഗ്നലും നിലയ്ക്കും. ടവറിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ജനറേറ്റർ നാളുകളായി തകരാറിലാണ്. എഴുകുംവയൽ, വലിയ തോവാള, ഇരട്ടിയാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ ടവറിന്റെ കീഴിലാണ് സിഗ്നൽ ലഭിക്കുന്നത്. ജനറേറ്ററും ബാറ്ററി സംവിധാനവും ശരിയാക്കണമെന്ന ആവശ്യം BSNL അധികാരികൾക്ക് സമർപ്പിച്ചിട്ടും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. കനത്ത മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമ്പോൾ മൊബൈൽ ഫോണുകൾ നിശ്ചലമാകുന്നതിനാൽ പല അത്യാവശ്യ ഘട്ടങ്ങളിലും ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കാൻ പോലും ആളുകൾക്ക് കഴിയുന്നില്ല. അടിയന്തരമായി പുതുപ്പറമ്പിൽ പടിയിലുള്ള BSNLന്റെ മൊബൈൽ ടവറിന്റെ സിഗ്നൽ കുറ്റമറ്റതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. BJP ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ക്രിസ്മസ് സ്നേഹ സന്ദേശയാത്ര നടത്തി. വാദ്യമേളങ്ങളോടുകൂടി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്ര ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. വാദ്യമേളങ്ങളോടുകൂടി കരോൾ ഗാനങ്ങളും ക്രിസ്തുമസിന്റെ സ്നേഹ സന്ദേശവും നൽകി മധുരവും പങ്കിട്ടാണ് ആഘോഷ പരിപാടികൾ നടത്തിയത്. ന്യൂനപക്ഷ മോർച്ച ജില്ലാ അധ്യക്ഷൻ VC വർഗീസ്, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് TC ദേവസ്യ, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുരയിടം എന്നിവർ സ്നേഹ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകി. ശ്രീനഗരി രാജൻ, PM പ്രസാദ്, ജിമിച്ചൻ ഇളം തുരുത്തിയിൽ, സന്തോഷ് വള്ളക്കടവ്, ഷാജി നെല്ലിപ്പറമ്പിൽ, ജീവൻ സെബാസ്റ്റ്യൻ, അലക്സ് തെന്നാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഉപ്പുതറയിൽ വ്യാപാരി വ്യവസായി ഏകോന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടനയിലെ മുഴുവൻ അംഗങ്ങൾക്കും കേക്കുകൾ വിതരണം ചെയ്തു. കേക്കുകളുടെ വിതരണ ഉദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് സിബി മുത്തുമാക്കുഴി നിർവഹിച്ചു. ഇതോടൊപ്പം അടുത്ത വർഷത്തേക്ക് നടത്തുവാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപ്പുതറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സംഘടനയിലെ അംഗങ്ങൾക്ക് കേക്കുകൾ വിതരണം ചെയ്തത്. ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേക്കുകൾ അംഗങ്ങളുടെ കടകളിൽ എത്തിച്ചു നൽകിയത്. ഇതോടൊപ്പം അടുത്ത വർഷത്തേക്ക് നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. സൊസൈറ്റി രൂപീകരണം, മരണാനന്തര സഹായം, ചികിത്സാ സഹായം, ഇൻഷുറൻസ്, പരസ്പര ജാമ്യത്തിലുള്ള സാമ്പത്തിക സഹായം, ബ്ലഡ് ബാങ്ക് രൂപീകരണം എന്നിവയാണ് നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ. കേക്കുകളുടെ വിതരണോദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് സിബി മുത്തുമാക്കുഴി നിർവഹിച്ചു. നമ്മൾ ഈ അടുത്ത ഒരു വർഷത്തെ കാലത്തേക്കുള്ള നമ്മുടെ വിവിധങ്ങളായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പല പരിപാടികളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ കർമ്മ പദ്ധതിയുടെ ഒരു ഉദ്ഘാടനവും കൂടിയാണ് അടുത്തൊരു വർഷം. എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല ഐശ്വര്യത്തിൻ്റെതുമായ ഒരു വർഷം ആശംസിക്കുന്നു. ജില്ലാ കമ്മിറ്റി അംഗം സാബു ജോസഫ്, സെക്രട്ടറി ഷാജി PM തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്മസ് രാവുകളെ വർണ്ണാഭമാക്കാൻ കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോം സ്കൂൾ ഒരുങ്ങി. വിവിധ വർണ്ണങ്ങളിലുള്ള 100 കണക്കിന് നക്ഷത്രങ്ങൾ കൊണ്ടാണ് സ്കൂൾ അലങ്കരിച്ചിരിക്കുന്നത്. കുട്ടികൾ തന്നെയാണ് ഏതാനും ദിവസത്തെ പ്രയത്നം കൊണ്ട് 1000-ഓളം നക്ഷത്രങ്ങൾ നിർമ്മിച്ചത്. വർണ്ണ പേപ്പറുകളും ന്യൂസ് പേപ്പറുകളും ഉപയോഗിച്ചാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, അത് ഒത്തിരി സന്തോഷം ജനിപ്പിക്കുന്ന ഒരു മെസ്സേജാണ്. അപ്പോൾ നമ്മൾ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് അനുബന്ധിച്ച് ചെയ്യാറുണ്ട്. ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ പുൽക്കൂട് നിർമ്മിക്കാറുണ്ട്, ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്, നക്ഷത്ര വിളക്കുകൾ ഒക്കെ ഒരുക്കാറുണ്ട്. ഇതെല്ലാം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിൻ്റെ വലിയ ഒരു സദ്വാർത്ത അല്ലെങ്കിൽ ആ സന്തോഷം പങ്കുവെക്കുന്നതിൻ്റെ നമ്മളറിയാതെ ചെയ്യുന്ന ഒത്തിരിയേറെ പ്രവർത്തനങ്ങളാണിത്. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വേണമെന്ന അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു ആഗ്രഹമാണ് ഇന്നിവിടെ സഫലമായിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം കുട്ടികൾ അധ്യാപകരുടെ ഒപ്പം തന്നെ അവരുടെ നിർദ്ദേശം അനുസരിച്ച് ടീച്ചർ പറഞ്ഞതനുസരിച്ച് ഉണ്ടാക്കിയ ഈ നക്ഷത്രങ്ങളാണ് സ്കൂളിൽ ഇട്ടിരിക്കുന്നത്. കുറേയധികം കുട്ടികൾ അവരുടെ ഏതാനും ദിവസത്തെ കഷ്ടപ്പാടുകളാണ് ഇപ്പോൾ ഇത്രയും മനോഹരമായ നക്ഷത്രങ്ങളുടെ നിർമ്മാണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്തവണ ക്രിസ്തുമസ് ആഘോഷം വേറിട്ടതാക്കണമെന്ന അധ്യാപകരുടെയും കുട്ടികളുടെയും ആഗ്രഹമാണ് ഇത്തരത്തിൽ കൂടുതൽ നക്ഷത്രങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്. നേരത്തെ മുൻകൂർ പിള്ളേർക്ക് നക്ഷത്രം ഉണ്ടാക്കാൻ ഒരു പരിശീലനം നൽകിയിരുന്നു. എന്നാൽ പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് എല്ലാ കുട്ടികളെ കൊണ്ടുകൊണ്ട് നിർമ്മിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കഴിഞ്ഞ ഒരു ദിവസം കുട്ടികൾ 12 പേരോളം വരുന്ന കുട്ടികൾ സ്കൂളിലെത്തിയാണ് നക്ഷത്രങ്ങൾ നിർമ്മിച്ചത്. ഏതാണ്ട് 200ഓളം നക്ഷത്രങ്ങൾ കൊണ്ടാണ് ഈ സ്കൂൾ മൊത്തം അലങ്കരിക്കാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാന അധ്യാപകരുടെ നിർദ്ദേശാനുസരണം ആർട്ട് എഡ്യൂക്കേഷന്റെ ഭാഗമായി കുട്ടികളെ നക്ഷത്ര നിർമ്മാണം പഠിപ്പിച്ചിരുന്നു. കുട്ടികൾ തന്നെയാണ് നക്ഷത്ര നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഞങ്ങൾക്ക് ജിജാമോൾ ഡേയ്സിൽ ഇവിടെ ക്രിസ്മസിന് സ്റ്റാർ വെക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു യൂട്യൂബിൽ നിന്ന്. അത് നോക്കി ഒരു നക്ഷത്രം ഉണ്ടാക്കി. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ 200ഓളം നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുണ്ട്. അതിൽ ഞങ്ങളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ കൂട്ടുകാരും ചേർന്നാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾക്കിപ്പോൾ ഒരു നക്ഷത്രം 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അധ്യാപകരായ ബെന്നി KP, മേരി ജോസഫ്, ജിജോമോൻ എബ്രഹാം തുടങ്ങി എല്ലാ അധ്യാപകരും സ്കൂൾ അലങ്കരിക്കാൻ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിലിലെ വിവിധ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പരപ്പ് ചാവറഗിരി CMI സ്പെഷ്യൽ സ്കൂളിൽ കൗതുകകരമായ പുൽക്കൂടൊരുക്കിയാണ് കുട്ടികൾ ക്രിസ്മസിനെ വരവേറ്റത്. മാട്ടുക്കട സർക്കാർ LP സ്കൂളിൽ കേക്ക് പങ്കുവച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് പുതിയ സമൂഹം മതസൗഹാർദ്ദം വെളിവാക്കി ഒത്തൊരുമയോടെ വിപുലമായ ക്രിസ്തുമസ് ആഘോഷ പരിപാടികളാണ് നടത്തിവരുന്നത്. ഇതിലേറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് സ്കൂളുകളിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളാണ്. ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാലയമായ അയ്യപ്പൻകോവിൽ പരപ്പ് ചാവറഗിരി CMI സ്പെഷ്യൽ സ്കൂളിൽ ആരിലും കൗതുകം സമ്മാനിക്കുന്ന വിധമുള്ള പുൽക്കൂടാണ് വിദ്യാർത്ഥികൾ നിർമ്മിച്ചത്. കയറി നടന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന വിധമാണ് കുട്ടികൾ ദിവസങ്ങളുടെ ശ്രമഫലമായി പുൽക്കൂട് ഒരുക്കിയത്. ഇത് നമ്മുടെ ചാവറഗിരി CMI സ്പെഷ്യൽ സ്കൂൾ പരപ്പാണ്. നമ്മുടെ കുട്ടികളും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളും
അധ്യാപകരെ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്രിബ് അഥവാ പുൽക്കൂടാണ്. അത് എല്ലാവർക്കും കയറി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ക്രിബ് ഉണ്ടാക്കുന്നതിന് കുട്ടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തേക്കുന്ന. ടീച്ചർമാരെ സഹായിച്ചു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കാരണം നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ, അതായത് ഇങ്ങനെ ക്രിസ്മസ്, ഓണം, ഇങ്ങനെയുള്ള തിരുനാളുകൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ വരുമ്പോഴാണ് അവരുടെ കഴിവുകൾ സാധാരണ പുറത്തെടുക്കാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ ക്രിബ്. അയ്യപ്പൻകോവിൽ മാട്ടുക്കിട്ട സർക്കാർ എൽ പി സ്കൂളിൽ കേക്കുകൾ പങ്കുവച്ചാണ് ക്രിസ്മസ് ആഘോഷിച്ചത്. ചുവപ്പും വെള്ളയും നിറങ്ങളാലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് കുട്ടികൾ സ്കൂളിലെത്തിയത്. ഒപ്പം കുട്ടികളിൽ നിന്നും ക്രിസ്തുമസ് പാപ്പാമാർ നൃത്തച്ചുവടുകളുമായി എത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂടി. പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് സുഹൃത്തുക്കളുമായി ഒന്നിച്ചുള്ള ക്രിസ്തുമസ് ആഘോഷം വേറിട്ട അനുഭവമാണ് നൽകിയത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ റാണി തോമസ്, സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ CK, PTA പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന ഓക്സിലിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. സെന്റ് മാത്യൂസ് ആംഗ്ലിക്കൽ ദേവാലയ വികാരി ഫാദർ ജോമോൻ പുളിക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും ക്രിസ്തുമസ് ഉടുപ്പുകളും തൊപ്പിയും ധരിച്ചാണ് സ്കൂളിലെത്തിയത്. ഗായിക ജിഷ സോജൻ മുഖ്യ അതിഥിയായിരുന്നു. സെന്റ് മാത്യൂസ് ആംഗ്ലിക്കൻ ദേവാലയ വികാരി ഫാദർ ജോമോൻ പുളിക്കൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. ആരും ആശ്രയമില്ലാതെ എല്ലാവരും മാറ്റിനിർത്തപ്പെട്ട ആളുകളൊക്കെയാണ് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നതും യേശു അവരുടെ അടുക്കിലേക്ക് ചെന്നു. തീർച്ചയായും നമുക്കിടയിലും വേദനിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മാറ്റി നിർത്തപ്പെടുന്ന അനേകം ആളുകളുണ്ട്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ടേം ചെയ്തതുപോലെ നമ്മളാൽ കഴിയും വിധം അവർക്ക് വേണ്ടി ആശ്വാസം നൽകുക, അവരെ സ്പന്ദനിപ്പിക്കുക, നമ്മൾ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക, അവരുടെ കരം ചേർത്ത് പിടിക്കുക, അവരെ ആശ്ലേഷിക്കുക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്മസ് ആകുമ്പോൾ സാന്റാക്ലോസ് സമ്മാനങ്ങളുമൊക്കെയായി അവരുടെ അടുക്കൽ വരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു. അതേ വിധത്തിൽ നമുക്കും അതേ ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മുടെ ചുറ്റുപാടുകളിലേക്കും നമുക്കൊന്ന് നോക്കാം. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ഒരുക്കിയിരുന്നു. PTA പ്രസിഡന്റ് PJ സേവ്യർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ സാലി എബ്രഹാം, പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രിയും മുട്ടം തൈറോയിഡ് സ്പെഷ്യൽ ക്ലിനിക്കിന്റെയും ശാന്തൻപാറ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും റോട്ടറി ക്ലബ്ബ് ഓഫ് വിന്റേജ് മൂന്നാർ ശാന്തൻപാറയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പൂപ്പാറയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ അയഡിന്റെ കുറവിനെ തുടർന്ന് തൈറോയിഡ് രോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ശാന്തൻപാറ റോട്ടറി ക്ലബിന്റെയും ജില്ലാ ഹോമിയോ ആശുപത്രിയുടെയും മുട്ടം തൈറോയിഡ് സ്പെഷ്യൽ ക്ലിനിക്കിന്റെയും ശാന്തൻപാറ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും തൈറോയിഡ് സ്ക്രീനിംഗ് ടെസ്റ്റും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചത്. ശാന്തൻപാറ റോട്ടറി ക്ലബ്ബ് നടത്തിവരുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. തൈറോയിഡ് സ്ക്രീനിംഗ് ടെസ്റ്റ്, തൈറോയിഡ് ബോധവൽക്കരണം, പ്രീ ഹൈപ്പർ ടെൻഷൻ, പ്രീ ഡയബറ്റിക്, മാനസിക പിരിമുറുക്കം തുടങ്ങി ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് നിർദ്ദേശങ്ങളും ചികിത്സയും നൽകിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഒപ്പം കുറഞ്ഞ നിരക്കിൽ സ്വകാര്യ ലാബിന്റെ സഹായത്തോടെ വിവിധ രോഗനിർണയ ടെസ്റ്റുകളും ഒരുക്കിയിരുന്നു. എസ്റ്റേറ്റ് പൂപ്പാറ മണമേൽ ഓഡിറ്റോറിയത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് നിർവഹിച്ചു. അതോടൊപ്പം തന്നെ റോട്ടറി ക്ലബ്ബ് ഓഫ് വിന്റേജ് മൂന്നാർ ശാന്തൻപാറയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഇതിനൊരു തൈറോയിഡ് ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഈ ക്യാമ്പ് സംഘടിപ്പിക്കുക ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും മുൻകൈയെടുത്തത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ LB ആണ്. ഡോക്ടർ ഈ കാര്യത്തിലൊക്കെ വളരെ മികച്ച പ്രവർത്തനം നമ്മുടെ ഹോമിയോ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ക്യാമ്പുകളടക്കം വളരെ അഭിമാനത്തോടെ തന്നെ പറയാം, ശാന്തൻപാറ ഹോമിയോ ആശുപത്രി വളരെ മികച്ച നിലയിൽ ഇന്ന് ഒട്ടേറെ ആളുകൾ ആ ഹോസ്പിറ്റലിലേക്ക് എല്ലാ ദിവസവും തന്നെ എത്തിച്ചേരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിഷ ദിലീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M ഹരിചന്ദ്രൻ, മനു റച്ചി, പ്രിയദർശിനി ഗോപാലകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ ശ്യാമള ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർമാരായ അനു ജോസഫ്, LP അജിത്,
LB എൽദോസ് എന്നിവർ ബോധവൽക്കരണ സെമിനാർ നയിക്കുകയും ചികിത്സയും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. ക്ലബ് പ്രസിഡന്റ് MM ഷാജി, സെക്രട്ടറി ബേസിൽ ഐപ്പ്, ട്രഷറർ കലേഷ് കുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വർണ്ണം 2023 എന്ന പേരിൽ കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ത്രിദിന സഹവാസ ക്യാമ്പിനാണ് തുടക്കമായത്. ലബക്കട ലൂർദ്മാത LP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നല്ല ഒരു എഞ്ചിനീയറായി നല്ല കെട്ടിടം അദ്ദേഹം നിർമ്മിക്കപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണോ? അല്ല. നല്ല ഒരു ഡോക്ടറായി കൈക്കൂലി വാങ്ങി രോഗികളെ ചികിത്സിച്ചാൽ അദ്ദേഹം ഒരു നല്ല ഡോക്ടറാകുമോ? ഇല്ല. നമുക്ക് ആ ബിരുദം എന്ന് പറയുന്നത് നമ്മുടെ പേരിനോട് ചേർത്ത് വായിക്കപ്പെടുന്ന 4 അക്ഷരങ്ങളായി മാറും. അങ്ങനെ മാറാതിരിക്കുന്നതിന് വേണ്ടിയാണ് സഹവാസ ക്യാമ്പുകൾ ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മനുഷ്യത്വവും കുറച്ചുകൂടെ പ്രകൃതിയോട് നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന്, സഹജീവികളോട് നമ്മൾ എങ്ങനെ കരുണയുള്ളവനായിരിക്കണമെന്ന് ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ലബക്കടയിൽ നിന്നും വിളംബര ജാഥയോടെയാണ് ക്യാമ്പ് ആരംഭിച്ചത്. പ്ലാസ്റ്റിക് മുക്ത പ്രവർത്തനങ്ങൾ, പച്ചക്കറിത്തോട്ട നിർമ്മാണം, പേപ്പർ ഫയൽ, നോട്ട്പാഡ് നിർമ്മാണ പരിശീലനം, പൊതുസ്ഥാപനങ്ങൾ സന്ദർശിക്കൽ, ക്യാമ്പ് ഫയർ, ഫീൽഡ് ട്രിപ്പ്, കലാപരിപാടികൾ മുതലായവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി, ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ, ലൂർദ് മാതാ സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കരിന്തേൽ, പ്രിൻസിപ്പൽ ഇൻചാർജ് സിബി ജോസഫ്, ഹെഡ്മിസ്ട്രസ് മഞ്ജു ജോർജ്, സുനു VR, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, ജെയ്മോൻ അഴകമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർമാരായ ലിൻസി ജോർജ്, ദിവ്യ KR എന്നിവർ നേതൃത്വം നൽകി. വാത്തിക്കുടി കിളിയാർകണ്ടം ഗവൺമെന്റ് LP സ്കൂളിലെ നല്ല പാഠം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. വൃദ്ധജനങ്ങൾ മക്കളാലും കൊച്ചുമക്കളാലും അവഗണിക്കപ്പെടുകയും മർദ്ദനമേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇത്തരം സംഭവങ്ങൾ സമൂഹ മനസാക്ഷിക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി മാറുകയാണ്. വാർദ്ധക്യം വീടിനുള്ളിൽ തളച്ചിടേണ്ടതാണെന്ന മിഥ്യാധാരണകൾ തിരുത്തുന്നതിനു വേണ്ടിയാണ് വെളിച്ചമേ നയിച്ചാലും എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സജീവ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുതിർന്ന പൗരന്മാരെ പൊന്നാട അണിയിച്ചു ആദരിച്ചു. അവരോടൊപ്പം കേക്ക് മുറിച്ച ക്രിസ്തുമസ് ആഘോഷവും സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് KS ജിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രഹാം വൃദ്ധ മാതാപിതാക്കളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് കുമാർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രഷിസൽ കുര്യൻ, സ്റ്റെഫി ജോയി, റീന ജോർജ്, ചിഞ്ചു വർഗീസ്, അഞ്ജു MK, സാലമ്മ മത്തായി, അംബിക പ്രകാശൻ, ഡെറ്റി ജിമ്മി എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. അരിക്കൊമ്പന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് ചായ കുടിക്കാൻ പോലും പോകാൻ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു ക്യാൻറ്റീനുണ്ട് ചിന്നക്കനാലിൽ. ഇന്ന് ആനക്കഥകൾ പറയാൻ നാട്ടുകാർ ഒത്തുചേരുന്ന പന്നിയാർ എസ്റ്റേറ്റിലെ ലേബർ ക്യാൻറ്റീൻ. അരിക്കൊമ്പന്റെ അവസാന ആക്രമണങ്ങൾ നേരിട്ട കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ ക്യാൻറ്റീൻ. കാട്ടുകൊമ്പന്മാരുടെ ചിത്രം പതിപ്പിച്ചിരിക്കുന്ന ക്യാൻറ്റീൻ കെട്ടിടത്തിന്റെ ചുവരിനുമുണ്ട് ഒരുപാട് അരിക്കൊമ്പന്റെ ഓർമ്മകൾ. നിരവധി തവണ കെട്ടിടത്തിന് നേരെ ആനയുടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അവസാന ആക്രമണമുണ്ടായത് 2023 മാർച്ച് 11 രാത്രി 10 മണിയോടെയാണ്. അരിക്കൊമ്പന്റെ സ്ഥിരം ഇരയായ സമീപത്തെ റേഷൻ കടയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് ഇട്ടതോടെ ആനയുടെ ആക്രമണം കടയ്ക്ക് നേരെയായി. ഈ സമയത്ത് സ്ഥാപനത്തിലുണ്ടായിരുന്ന ക്യാൻറ്റീൻ ജീവനക്കാരൻ എഡ്വിൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു.
എല്ലാം പേടിയായിരുന്നു 6 മണി 5 മണിന്. ഇപ്പൊ ഒന്നും പേടിയില്ല. അരിക്കൊമ്പും പോയതൊന്നും പേടിയില്ല. ഈ പൊളിക്കത് വന്ന് അരി മുട്ട എടുക്കും അത്, പിന്നെ ഒരു ശല്യമില്ല. ക്യാൻറ്റീൻ്റെ അടുത്ത് ഏറ്റവും എന്ന് പറഞ്ഞ ഒരു ശാഖയുടെ അടുത്ത് കൊണ്ടിരുന്നു. അവിടെ രാത്രി 10 മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഓടിച്ച അവന്റെ ജീവൻ ഒരു മിനിറ്റിനാണ് വെച്ചിട്ട്. അന്ന് അവന്റെ പെണ്ണുമ്പിള്ളിയില്ല, അവന് മാത്രം ഒറ്റക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് രക്ഷപ്പെട്ടത്. അരിക്കൊമ്പനെ കാട് കടത്തിയതോടെ തൊഴിലാളി ക്യാൻറ്റീൻ കൂടുതൽ സജീവമായി. തമിഴ്നാട്ടിലെ മുണ്ടൻതുറൈ കടുവാ സങ്കേതം കീഴടക്കി നടക്കുന്ന അരിക്കൊമ്പന്റെ വിശേഷങ്ങൾ ഇടയ്ക്കെങ്കിലും ചായ കുടിക്കാൻ എത്തുന്നവരുടെ ചർച്ചയിൽ ഇടം പിടിക്കും. തൊഴിലാളി ക്യാൻറ്റീനെ പോലെ അരിക്കൊമ്പൻ കഥകൾ ഇടയ്ക്കിടെ ചർച്ചകളിൽ ഇടം പിടിക്കുന്ന നിരവധി തൊഴിലാളി ഇടങ്ങളുണ്ട് ചിന്നക്കനാലിൽ. കാലം എത്ര കഴിഞ്ഞാലും മുത്തശ്ശിക്കഥ പോലെ അരിക്കൊമ്പൻ നാട്ടിൽ നിറഞ്ഞു നിൽക്കുമെന്ന ഇവർക്ക് ഉറപ്പാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 272, വിൽപ്പനയ്ക്ക് വന്നത് 90,927, വിൽപ്പന നടന്നത് 90,162, കൂടിയ വില 2,319, ശരാശരി വില 1,683. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 583 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 235, ഗ്രാമ്പു 960, കൊക്കോ 55, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,800 രൂപ, വെള്ളി 79. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. മൂന്നാർ ദൗത്യത്തിനെതിരെ ചിന്നക്കനാലിൽ നടക്കുന്ന റിലേ നിരാഹാര സമരം 40 ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളാതെ സർക്കാർ. ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 12 മുതൽ റിലേ സമരം ആരംഭിച്ചത്. കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ കർഷകരെ കുടിയിറക്കുന്നതിനെതിരെ സർക്കാർ നിലപാടിനെതിരെ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് നാട്ടുകാർ. കാഞ്ചാർ ലബക്കടയിൽ വ്യാപക മോഷണം നടന്നിരിക്കുന്നത് 9ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ. പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യം. കട്ടപ്പന ITI യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിൽ ഇരു കൂട്ടർക്കും പരിക്കേറ്റു. തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും KSU വിജയിച്ചു. മസ്റ്ററിംഗ് നടത്തിയപ്പോൾ പഞ്ചായത്ത് അധികൃതർക്ക് സംഭവിച്ച പിഴവ് മൂലം വിധവയ്ക്ക് 6 മാസത്തെ പെൻഷൻ നഷ്ടമായി. പെൻഷൻ തുകയായ 9,600 രൂപ നഷ്ടമായത് ഉപ്പുതറ പശുപ്പാറ എസ്റ്റേറ്റ് ലയത്തിൽ മംഗലപ്പള്ളിയിൽ സിസിലി ജോസഫിന്. പെൻഷൻ മുടങ്ങിയതോടെ പട്ടിണിയിലായ സിസിലി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വല്ലപ്പോഴും കൊളുന്തു നുള്ളിക്കിട്ടുന്ന താൽക്കാലിക വരുമാനം കൊണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.